ഭൂമിയിൽ ജീവലോകം സ്വയം ഉടലെടുത്തതല്ലെന്നും ബഹിരാകാശ വസ്തുക്കൾ വഴി ജീവൻ ആവശ്യമായ ഘടകങ്ങൾ ഭൂമിയിൽ എത്തിയതുകൊണ്ടാണ് ഇവിടെ ജീവൻ ഉത്ഭവിച്ചതെന്നുമുള്ള വാദം ഏറെ നാളായി നിലനിൽക്കുന്നുണ്ട്. ഉൽക്കകൾ, ഛിന്നഗ്രഹങ്ങൾ, ധൂമകേതുക്കൾ എന്നിവ വഴി ജീവൻ വ്യാപിച്ചുവെന്ന് വാദിക്കുന്ന ഒരു സിദ്ധാന്തവുമുണ്ട്. പാൻസ്പെർമിയ എന്നാണ് ആ സങ്കല്പത്തിന് പേര്. എന്തായാലും പാൻസ്പെർമിയയ്ക്ക് കൂടുതൽ വ്യക്തത വരുന്ന കണ്ടെത്തലുകൾ ഗവേഷകർ ദിവസങ്ങൾക്ക് മുൻപ് പുറത്തുവിട്ടിരുന്നു. ജീവൻ ഉത്ഭവിക്കാൻ അത്യന്താപേക്ഷിതമായ അമിനോ ആസിഡുകളെ ഒരു ഛിന്നഗ്രഹത്തിന്റെ സാമ്പിളിൽ നിന്ന് ഗവേഷകർ വേർതിരിച്ചെടുത്തിരിക്കുകയാണ്. അതിസങ്കീർണമായ ഒരു ദൗത്യത്തിലൂടെ ബെന്നു എന്ന ഛിന്നഗ്രഹത്തിൽ നിന്ന് ഒസിരീസ് പേടകം ഉപയോഗിച്ച് ആദ്യമായാണ് ഒരു ഛിന്നഗ്രഹത്തിൽ നിന്ന് അതിന്റെ സാമ്പിളുകൾ ശേഖരിച്ച് ഭൂമിയിലെത്തിക്കുന്ന ദൗത്യം വിജയകരമായി നടത്തിയത്. 2016 വിക്ഷേപിച്ച ഒസിരീസ് പേടകം 2023 സെപ്റ്റംബറിൽ സാമ്പിളുകളുമായി ഭൂമിയിൽ തിരിച്ചെത്തി. ഒസിരീസ് റെക്സ് ദൗത്യത്തിലൂടെ കൊണ്ടുവന്ന ബെന്നുവിലെ സാമ്പിളിൽ നിന്ന് ലഭിച്ച ഓർഗാനിക് സംയുക്തങ്ങൾ ഗവേഷകരെ അമ്പരിപ്പിക്കുകയാണ്. ജീവന്റെ അടിസ്ഥാന തന്മാത്രകളാണ് DNA, RNA എന്നീ ന്യൂക്ലിക് ആസിഡുകൾ. രണ്ടിലും കൂടി 5 ബേസുകൾ അഥവാ ന്യൂക്ലിയോഡൈഡുകളുണ്ട്. അത് അഡിനിൻ, സൈറ്റോസിൻ, ഗ്വാനിൻ, തൈമിൻ, യുറോസിൻ എന്നിവയാണ്. 5 ബേസുകളും പ്രോട്ടീനുകൾ സൃഷ്ടിക്കുന്ന 20 അമിനോ ആസിഡുകളിൽ 14 എണ്ണവും ഛിന്നഗ്രഹത്തിന്റെ സാമ്പിളുകളിലെ ഓർഗാനിക് സംയുക്തങ്ങളിൽ ഉള്ളതായി ഗവേഷകർ കണ്ടു. ബെന്നുവിൽ മുൻപ് ജീവൻ ഉണ്ടായിരുന്നു എന്നല്ല ഇതിൽ നിന്ന് മനസ്സിലാകുന്നത്. കോടിക്കണക്കിന് വർഷങ്ങൾക്ക് മുൻപ് ബെന്നുവിനെ പോലെയുള്ള ഛിന്നഗ്രഹങ്ങൾ ഭൂമിയിൽ പതിച്ചതിനെ തുടർന്ന് ഇവ ഭൂമിയിൽ എത്തുകയും പിന്നീട് അനുകൂല സാഹചര്യത്തിൽ ജീവൻ രൂപപ്പെടുകയും ചെയ്തിരിക്കാമെന്നാണ് ഗവേഷകർ വിശദീകരിക്കുന്നത്. ബെന്നുവിൽ നിന്നുള്ള സാമ്പിളിൽ ഇത്തരം ഓർഗാനിക് സംയുക്തങ്ങൾ കണ്ടെത്തിയതിനാൽ സൗരയൂഥത്തിലെ മറ്റ് ഗ്രഹങ്ങളിലേക്കും ഇതേപോലെ ജീവന്റെ അടിസ്ഥാന ഘടകങ്ങൾ എത്തിപ്പെട്ടിരിക്കാമെന്ന് ഗവേഷകർ കരുതുന്നു. ബെന്നുവിൽ നിന്ന് സാമ്പിൾ ശേഖരിച്ച് തിരികെ എത്തുക എന്നത് വളരെ ശ്രമകരമായ ദൗത്യമായിരുന്നു. ഒസിരീസ് റെക്സ് പേടകം ഛിന്നഗ്രഹത്തിൽ ഇറങ്ങി യന്ത്രക്കൈ ഉപയോഗിച്ച് സാമ്പിളുകൾ ശേഖരിക്കുകയായിരുന്നു. 500 മീറ്റർ വലിപ്പമുള്ള ഛിന്നഗ്രഹമാണ് ബെന്നു. 2023 ബെന്നുവിൽ നിന്ന് പേടകം ഭൂമിയിലേക്ക് സാമ്പിളുകളുമായി തിരികെ എത്തി. ആകെ 120 ഗ്രാം സാമ്പിളാണ് ശേഖരിച്ചത്. ഇതിലൊരു സ്പൂണിൽ കൊള്ളുന്നതിനേക്കാൾ കുറച്ചു മാത്രമാണ് UK ഗവേഷകർക്ക് പഠനത്തിനായി ലഭിച്ചത്. അതിൽ നിന്നാണ് നിർണായക കണ്ടെത്തൽ നടന്നത്. ബെന്നുവിലെ സാമ്പിളിൽ നിന്ന് നിരവധി ധാതുക്കളുടെ സാന്നിധ്യവും കണ്ടെത്തിയിട്ടുണ്ട്. അതിന് കാരണം ബെന്നുവിന്റെ മാതൃഗ്രഹത്തിൽ മുൻപ് ജലമുണ്ടായിരുന്നു എന്നതാണ്. ഇതുമാത്രമല്ല, സാമ്പിളിൽ നിന്ന് അമോണിയയുടെ സാന്നിധ്യവും തിരിച്ചറിഞ്ഞിട്ടുണ്ട്. ജൈവിക പ്രവർത്തനങ്ങളുടെ ഫലമായി അമോണിയ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ഇത്തരത്തിൽ നിരവധി ഛിന്നഗ്രഹങ്ങളുടെ ഭാഗങ്ങൾ ഭൂമിയിൽ പതിച്ചിട്ടുണ്ട്. എന്നാൽ അവയിൽ മിക്കതും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. എന്നാൽ വീണ്ടും ആശങ്കയേറ്റുന്ന വാർത്തകളാണിപ്പോൾ പുറത്തുവരുന്നത്. ഓരോ 6 വർഷത്തിലും ബെന്നു ഭൂമിയോട് ഏറ്റവും അടുത്തെത്താറുണ്ട്. നമ്മുടെ ഗ്രഹത്തിൽ നിന്ന് ഏകദേശം 1,86,000 മൈൽ, അതായത് 2,99,000 കിലോമീറ്റർ അകലെയാണ് ഇത് വരുന്നത്. എന്നാൽ വരും നാളുകളിൽ ബെന്നു കൂടുതൽ അടുത്തോ അതുമല്ലെങ്കിൽ ഭൂമിയിലേക്ക് പതിച്ചേക്കാമെന്നോ ആണ് പ്രവചനം. 2182 സെപ്റ്റംബറിൽ ബെന്നു ഭൂമിയുമായി കൂട്ടിയിടിക്കാനുള്ള സാധ്യത 2700-ൽ 1% എന്നാണ് കണക്കാക്കുന്നത്. ഇത് സൂര്യനിൽ വീഴാനുള്ള സാധ്യത 48% ആന്തരിക സൗരയൂഥത്തിൽ നിന്ന് പുറന്തള്ളപ്പെടാനുള്ള സാധ്യത 10% ശുക്രനെ ഇടിക്കാനുള്ള സാധ്യത 26% കണക്കുകൾ പറയുന്നത്. ബെന്നുവുമായുള്ള കൂട്ടിയിടി തീർച്ചയായും ഭൂമിക്ക് വിനാശകരമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കും. കമ്പ്യൂട്ടർ സിമുലേഷനുകൾ അനുസരിച്ച് ബെന്നുവിന്റെ വലിപ്പമുള്ള ഒരു ഛിന്നഗ്രഹം ഭൂമിയുമായി കൂട്ടിയിടിക്കുമ്പോൾ അത് വലിയ അളവിൽ ഊർജം പുറത്തുവിടുകയും വ്യാപകമായ നാശത്തിന് കാരണമാവുകയും ചെയ്യും. ഇത് ഒരു വലിയ ആഘാത തരംഗം സൃഷ്ടിക്കുകയും ശക്തമായ ഭൂകമ്പങ്ങൾ, സുനാമികൾ, തീ കൊടുങ്കാറ്റുകൾ എന്നിവയ്ക്ക് കാരണമാവുകയും ചെയ്യും. സ്ഫോടനം അന്തരീക്ഷത്തിലേക്ക് വലിയ അളവിൽ അവശിഷ്ടങ്ങൾ പുറന്തള്ളുകയും സൂര്യപ്രകാശം തടയുകയും ആഗോള കാലാവസ്ഥാ ഘടനകളെ തന്നെ തകിടം മറിക്കുകയും ചെയ്യും. ആഘാതത്തിന്റെ സ്ഥാനവും കോണും അനുസരിച്ച് ഏകദേശം 3 മുതൽ 5 കിലോമീറ്റർ ആഴവും 10 മുതൽ 15 കിലോമീറ്റർ വീതിയുമുള്ള ഒരു ഗർത്തം സൃഷ്ടിക്കപ്പെടുമെന്നും സൂചിപ്പിക്കുന്നു. ചുറ്റുമുള്ള പ്രദേശം പൂർണ്ണമായും നശിപ്പിക്കപ്പെടും. ഉടനടിയുള്ള നാശനഷ്ടങ്ങൾക്ക് പുറമെ അത്തരമൊരു ആഘാതം 100 മുതൽ 400 ദശലക്ഷം ടൺ പൊടി അന്തരീക്ഷത്തിലേക്ക് തള്ളിവിടുമെന്നും അത് കാലാവസ്ഥ, അന്തരീക്ഷ രസതന്ത്രം, ആവാസ വ്യവസ്ഥ എന്നിവയിൽ ആഴത്തിലുള്ള സ്വാധീനം ചെലുത്തുമെന്നും കണക്കാക്കപ്പെടുന്നു. ഈ പ്രത്യാഘാതങ്ങൾ 3 മുതൽ 4 വർഷം വരെ നിലനിൽക്കും. ഇത് ആഗോള ആവാസ വ്യവസ്ഥകൾക്കും സമ്പദ് വ്യവസ്ഥകൾക്കും സമൂഹങ്ങൾക്കും കാര്യമായ തടസ്സങ്ങൾ സൃഷ്ടിക്കും. കൂടാതെ അന്തരീക്ഷത്തിലെ വൻതോതിലുള്ള പൊടിപടലങ്ങൾ സൂര്യപ്രകാശത്തിന്റെ ഒരു പ്രധാന ഭാഗത്തെ തടയും.
ഇത് ഭൂമിയുടെ ഉപരിതലത്തിലെത്തുന്ന സൗരവികിരണങ്ങളിൽ ഗണ്യമായ കുറവുണ്ടാക്കും. സൂര്യപ്രകാശം കുറയുന്നത് ആഗോള താപനിലയിൽ ദ്രുതഗതിയിലുള്ള ഇടിവിന് കാരണമാകും. ഇത് കഠിനമായ തണുപ്പിനും മഞ്ഞുവീഴ്ചയ്ക്കും കാരണമാകും. ശൈത്യകാലത്തിന്റെ ആഘാതം ആഗോള മഴയുടെ രീതികളെ തടസ്സപ്പെടുത്തുകയും പല പ്രദേശങ്ങളിലും വരൾച്ചയ്ക്കും മഴക്കുറവിനും കാരണമാവുകയും ചെയ്യും. ഭൂമിയുടെ ശരാശരി ഉപരിതല താപനില ഏകദേശം 7 ഡിഗ്രി ഫാരൻഹീറ്റ് കുറയുമെന്നും ശരാശരി മഴ 50% കുറയുമെന്നും സസ്യങ്ങളുടെ പ്രകാശ സംശ്ലേഷണത്തിൽ 20 മുതൽ 30% വരെ കുറവുണ്ടാകുമെന്നും ദോഷകരമായ സൗരോർജ അൾട്രാവയലറ്റ് വികിരണങ്ങളിൽ നിന്ന് സംരക്ഷിക്കുന്ന ഭൂമിയുടെ ഓസോൺ പാളിയിൽ 32% കുറവുണ്ടാകുമെന്നും ഗവേഷകർ കണ്ടെത്തി. വലിയ അളവിൽ എയറോസോളുകളും വാതകങ്ങളും മുകളിലെ അന്തരീക്ഷത്തിലെത്തുകയും കാലാവസ്ഥയിലും ആവാസ വ്യവസ്ഥയിലും വർഷങ്ങളോളം നീണ്ടു നിൽക്കുന്ന പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുകയും ചെയ്യുമെന്നും കണ്ടെത്തിയിട്ടുണ്ട്. ഇത്രയും വലിയ ഒരു ഛിന്നഗ്രഹ കൂട്ടിയിടി മൂലം മനുഷ്യരുടെ ജീവൻ നഷ്ടപ്പെടാൻ സാധ്യതയുണ്ടെങ്കിലും മരണസാധ്യത പ്രധാനമായും ഛിന്നഗ്രഹ ആഘാതം എവിടെ സംഭവിക്കുന്നു എന്നതിനെ ആശ്രയിച്ചിരിക്കുന്നുവെന്നും കരുതപ്പെടുന്നുണ്ട്.